ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയായിരുന്നു. അപ്പം ഇന്ന് അതിന്റെ ഷേക്ക് ഉണ്ടാക്കാൻ പോവാട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ നമ്മൾ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അല്ലാണ്ട് മുമ്പ് എവിടെയോ ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. 2 എണ്ണമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ, ഇത് 2 ടൈപ്സ് ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ വൈറ്റ് കളർ ആയിരിക്കുമോ പിങ്ക് കളർ ആയിരിക്കുമോ എന്ന്. ഞാൻ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ ഒരു പിങ്ക്, അപ്പൊ ഞാൻ കരുതി ഇത് പിങ്ക് കളറാണ് അപ്പോൾ എന്ന് കരുതി കേട്ടോ. ബാക്ക് വശം കട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ കുറച്ച് വൈറ്റ്, അപ്പോൾ എനിക്ക് മനസ്സിലായാലും ഫ്രണ്ടിൽ കട്ട് ചെയ്ത് ഇത്ര പോരാന്ന്. പിന്നെ ഞാൻ 2 സൈഡിലും നല്ല രീതിയിൽ തന്നെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി. പിന്നെയാണ് കറക്റ്റ് കളർ കിട്ടിയത്. അങ്ങനെ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. ഉള്ളത് പറയാലോ, ഇതിന്റെ പുറം ഭാഗത്തെ തോടിന് എന്തോ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ചില പച്ചിലകളുടെ ഒക്കെ ഒരു മണമില്ലേ, അതുപോലത്തെ, അല്ലാണ്ട് ഓവറായിട്ടൊന്നും ഇല്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ കിളക്കി മാറ്റാൻ പറ്റും കേട്ടോ ഇതിന്റെ തോട്. പിന്നെ നിങ്ങൾ നേരത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. അങ്ങനെ ഇതുപോലെ കിട്ടും കേട്ടോ. ഇതിന്റെ അകത്ത് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാനത് റെഡി ആയിക്കൊണ്ടിരുന്നപ്പം ഇഷാനി മോള് ചോദിക്കുക, മമ്മി ഇതിന്റെ ബ്ലാക്ക് കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണോ ഷേക്ക് അടിക്കുന്നത്? ആദ്യം ഞാൻ അത് ആലോചിച്ചൊന്ന് അന്താളിച്ചു, ദൈവമേ ഇതിന്റെ കുരുവൊക്കെ റിമൂവ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്ക്. പിന്നെ ഇതുപോലെ അങ്ങ് ചിരിച്ചു. പിന്നെ പറഞ്ഞു കൊടുത്തു, ഇത് ഉണക്ക് കുരുവൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല മോളെ, ഇതല്ലാണ്ട് നമ്മൾ ഷേക്കാക്കി കുടിക്കുന്ന ഏത് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കാര്യം ഇല്ലേ. പിന്നെ അവരിത് കുടിക്കത്തില്ല. കറിയുന്ന കടുക് കിട്ടിക്കഴിഞ്ഞാൽ അത് വരെ പറക്കി തരുന്ന ടീംസ്. അപ്പൊ നമുക്ക് മാറ്ററിലോട്ട് വരാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ടിയെടുത്ത് അത് ഞാൻ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കരുതി ഇത് ഇതേ പടുത്തി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് കാണില്ല എന്ന്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര മധുരം അങ്ങനൊന്നും ഇല്ലെന്നേ. പിന്നെ ഇത് തിളപ്പിച്ച പാലായിരുന്നു. തിളപ്പിച്ച പാല് ചൂടാറ്റിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചാണ് കേട്ടോ. അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാര്യം ഞാനത് ഫ്രിഡ്ജിൽ നിർത്ത് പുറത്ത് വെച്ചിട്ട് കുറെ ടൈം ആയിരുന്നു. എന്തായാലും ഞാൻ ഈ ഒരു പരുവത്തിനാക്കി എടുത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത് 2 വട്ടമായിട്ട് അടിക്കണമെന്ന് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു കേട്ടോ. കാര്യം അത്രത്തോളം നിറഞ്ഞു. പിന്നെ ഞാനൊരു സ്പൂണൊക്കെ വെച്ച് ഇതുണക്ക് കുത്തി താത്ത് കൊടുത്തു കേട്ടോ. പിന്നെ തോന്നി ഇതിന്റെ ഫ്ലഷിന് വലിയ കട്ടിയൊന്നുമില്ലല്ലോ. പിന്നെ ഇതാണ് എന്തായാലും പാലും 2 കൂടെ അടിച്ചു വരുമ്പോഴത്തേക്കിന് എന്തായാലും കവിഞ്ഞു പോകത്തൊന്നും ഇല്ലായിരിക്കും എന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ ഒറ്റ ട്രിപ്പിലും കടിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് തേനാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന് വലിയ മധുരം തോന്നിയില്ല, എന്നാലും കുറച്ച് മധുരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ, അപ്പൊ ഷുഗർ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഹണി ആഡ് ചെയ്തു. ഞാനിവിടെ 2 ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഹണിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഞാൻ മിക്സി ഓണാക്കി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ സംഭവം. ഇതിന്റെ കൂടെ പഴവും ആപ്പിളും ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇത് തന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവണമല്ലോ, നമ്മൾ അതിനു വേണ്ടിയാണ് ഇത് ട്രൈ ചെയ്തത്. പിന്നെ നമ്മൾ മറ്റുള്ള ജ്യൂസുകൾ അടിക്കുന്ന പോലെ ഒരുപാട് ഇട്ടങ്ങ് അടിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത് അരഞ്ഞ് നമുക്ക് തോന്നുമ്പോൾ അന്നേരം തന്നെ എടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ടോപ്പിൽ കുറച്ച് കസ്കസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കവർ കൊണ്ടിട്ട് തട്ടാൻ നിൽക്കണം കേട്ടോ, കുറച്ച് അധികമായി പോയെന്ന് തോന്നുന്നു. വൈറ്റ് കളർ ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്തു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ഇനി ഇതിന്റെ പിങ്ക് കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആരെങ്കിലും പിങ്ക് കളർ ട്രൈ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കിയിട്ടേക്കണേ, എന്നെങ്കിലും ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.